മഹാനായ ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ വലീദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, അങ്ങ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ പോകുന്നു. ഔസിനി, താങ്കൾ എനിക്ക് ചില വസിയത്തുകൾ നൽകണം. മഹാനായ ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് പറഞ്ഞു, അജ്ലിസൂനി, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് എന്നെ എണീപ്പിച്ചിരുത്തണം. ആ സമയത്ത് തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം, യാ ബനിയ, എൻ്റെ പൊന്നുമോനെ, ഇന്നകലൻ തജിദത്തു ഉമൽ ഈമാൻ, മോനെ, ഈമാനിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കണമെങ്കിൽ, ഒരു വിശ്വാസിയുടെ മധുരം നിനക്ക് ആസ്വദിക്കണമെങ്കിൽ, ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷകരമായ കാര്യങ്ങളും സങ്കടകരമായ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖളാ ഖദറിലാണ്, റബ്ബിൻ്റെ നിശ്ചയപ്രകാരമാണത് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കണം. തൻ്റെ മകന് അദ്ദേഹം നൽകുന്ന വസിയത്തായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ പ്രഭാതത്തിലും ആ നെഞ്ചകത്തേക്ക് കരങ്ങൾ വച്ചിട്ട് പ്രാർത്ഥിക്കും, റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും അതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നല്ല ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴും, രോഗം കൊണ്ട് വേദനകൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുമ്പോഴും, സാമ്പത്തികമായി തളർന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിന് ഇപ്രകാരം ഒരു ആശ്വാസം നമുക്ക് കിട്ടണം. കേരളത്തിലെ പ്രശസ്തനായ ഒരു വിശ്വാസിയായ ഡോക്ടർ, അദ്ദേഹം ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജായി ICUവിൽ കിടക്കുമ്പോൾ ആ സമയത്തും തൻ്റെ ജൂനിയർ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. അതിലൊരു ഡോക്ടർ ചോദിച്ചു, വല്ലാത്ത വേദനയും പ്രയാസവും ഈ വിയോഗത്തിലുമൊക്കെ മനസ്സ് പെടയുന്ന ഈ സമയത്ത് അതിൽ താങ്കൾക്ക് ദുഃഖവും പ്രയാസവും ഒന്നുമില്ലേ? അദ്ദേഹം കൊടുത്ത മറുപടി, മരണാനന്തരമായ ഒരു ലോകത്തെക്കുറിച്ച് ദൃഢമായ ഒരു ബോധ്യവും വിശ്വാസത്തിലുമാണ്. മരണസമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നു